നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ആരെങ്കിലും ബാറ് തുറക്കാനായി കോഴ വാങ്ങിയോ? ഈ ഒരു ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. വാങ്ങിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ആണയിട്ട് പറയുന്നു UDF. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഓരോ വെളിപ്പെടുത്തലുമായി ഓരോ നിമിഷം തോറും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, ആ മന്ത്രി പദവിയുടെ അന്തസ്സ് നശിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് വേഗം തന്നെ രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നു. എന്നാൽ CPMന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും LDF സർക്കാർ ബാർ ഉടമകൾക്ക് വലിയൊരു വിട്ടുവീഴ്ച നടത്തിയെന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. CPM അധികാരത്തിലെത്തുന്നതിന് മുൻപ് അവർക്കുണ്ടായിരുന്ന ഒരു ആപ്തവാക്യം, മദ്യനിരോധനമല്ല മദ്യവർജനമാണ് നയം എന്നുള്ള പ്രഖ്യാപനം. അത് ഇടതു സർക്കാർ വാക്കുകളിൽ മാത്രമാക്കുകയാണ് ചെയ്തത്. ശരിക്കും ജനങ്ങളെ വഞ്ചിച്ചു. കാരണം സംസ്ഥാനത്ത് നിലവിൽ 801 ബാറുകളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം 97 ബാറുകൾക്ക് ലൈസൻസ് അനുവദിച്ചു. 3 സ്റ്റാറും അതിന് മുകളിലേക്കുമുള്ള ക്ലാസിഫിക്കേഷൻ നേടിയ 33 ബിയർ വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കിക്കൊടുത്തു. ഇതുകൂടി ചെയ്തതോടെ സംസ്ഥാനത്തൊട്ടാകെ അധികമായി തുറന്നത് LDF സർക്കാരിൻ്റെ കാലത്ത് 130 ബാറുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമായത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും LDFനെതിരെ ഉയരുന്നത്. അതിനുള്ള മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിമാരും തന്നെയാണ്. ബാർ ഉടമകളെ സഹായിക്കുന്ന യാതൊരുവിധ നിലപാടും തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള CPMന്റെയും എക്സൈസ് മന്ത്രിയുടെയും വാദങ്ങൾ പൂർണ്ണമായും തെറ്റെന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. 97 ബാർ ലൈസൻസ് നൽകിയതടക്കം രണ്ടാം പിണറായി സർക്കാർ ഇതുപോലെ ബാർ ഉടമകൾക്ക് കൈയയച്ചുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ള വ്യക്തമായ ഒരു വാദം തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അതിനുള്ള മറുപടി നൽകേണ്ടതും അതത് മന്ത്രിമാർ തന്നെയാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് പൊതു അവധികൾ ബാധകമാക്കിയത് മുതൽ ടേൺ ഓവർ ടാക്സ് വെട്ടിപ്പ് നടത്തിയ ബാറുകൾക്ക് പോലും ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നത്, പ്രത്യേകിച്ചും അങ്ങനെയുള്ള ബാറുകൾക്ക് മദ്യം നൽകരുത് എന്നുള്ള നികുതി വകുപ്പ് നിർദ്ദേശത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൈയയച്ച് സഹായിക്കുകയാണ് ഇപ്പോഴത്തെ LDF സർക്കാർ. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ളത് മന്ത്രിമാർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതല്ല എങ്കിൽ എന്തിനങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും വ്യക്തമാക്കണം. കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബാറുകൾ തന്നെയാണ് സംസ്ഥാനത്ത് മുന്നോട്ട് പോകേണ്ടത്. ബാറുകൾ പൂർണ്ണമായും അടച്ചിടാനുള്ള ഒരു നീക്കം ഒരു കാരണവശാലും കേരളം പോലൊരു സംസ്ഥാനത്ത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ അബ്കാരികളെയും വ്യവസായങ്ങളെയും ഒക്കെ തന്നെ പൂർണ്ണമായും തകർക്കണമെന്നുമില്ല. പക്ഷേ അതിനിടയിൽ പലതരത്തിലുള്ള ലാഭേച്ഛ മനസ്സിൽ കണ്ടുകൊണ്ട് പല കൃത്രിമവും അതിൽ നിന്നും കോഴയും ഒക്കെ വാങ്ങാനുള്ളൊരു ശ്രമം നമ്മുടെ സർക്കാർ നടത്തിയോ എന്നുള്ളതിൽ വ്യക്തത വരുത്തേണ്ടതാണ്. അതിൽ സുതാര്യത ഉറപ്പാക്കേണ്ടതാണ്. രണ്ടാം ബാർ കോഴ ആരോപണത്തിൽ ആകെ പ്രതിരോധത്തിലായാണ് രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ വലിയ പുകിലൊന്നും തന്നെ ഇല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് മന്ത്രിമാർ ഉറച്ചു നിൽക്കുന്നത്. പുതിയ മദ്യനയത്തെക്കുറിച്ച് പ്രാഥമിക ആലോചനകൾ പോലും നടത്തിയിട്ടില്ല. അതിനിടയിൽ ഇങ്ങനെ വിവാദമാക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്നത്. അതുകൂടാതെ ബാർ ഉടമകളെ സഹായിക്കാനായി തങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ഓരോ പോയിന്റും എടുത്തു പറഞ്ഞ് മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തു വന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഗിമ്മിക്കുകൾ തന്നെയാണെന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാനായി കഴിയുന്നത്. ഈ 130 ബാറുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീടിനടുത്തോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വീടിനടുത്തോ ഒക്കെ തന്നെയാണ്. അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് അനവധിയാണ്. ദൂരപരിധി മാനദണ്ഡങ്ങൾ കർശനമാക്കാനോ അല്ലെങ്കിൽ പുതിയ ബാറുകൾ ഇങ്ങനെ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? മദ്യനിരോധനമല്ല മദ്യവർജനമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ടിപ്പോൾ അത് വർജിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. ബാറുകൾ തമ്മിലുള്ള മത്സരമെന്നത് അത് ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുക, അതിനിടയിൽ പലതരത്തിലുള്ള മായം കലരുന്നോ ഇല്ലയോ എന്ന കാര്യം പോലും കണ്ടെത്താനായി ഏറെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം. ചട്ടം ലംഘിച്ചുള്ള വിൽപ്പന പോലും പലയിടത്തും നടക്കുന്നുണ്ട്. 11 മണിക്ക് ഷട്ടർ ഇടണമെന്ന് പറഞ്ഞാൽ പോലും വെളുക്കുവോളം പല ബാറുകളിലും വിൽപ്പന നടത്തുന്നതായി, തലസ്ഥാനത്ത് അടക്കം നടത്തുന്നതായിട്ടുള്ള വിവരം ഇതിനു മുൻപേ തന്നെ ലഭിക്കുന്നതാണ്. പോലീസ് പോലും പല സാഹചര്യത്തിലും അത് കണ്ണടയ്ക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാരണമായിരിക്കുന്നത് എക്സൈസ് വകുപ്പിൻ്റെ ഈ കൈയയഞ്ഞ സഹായത്തിലൂടെ തന്നെയാണ്. ഇതൊന്ന് കർശനമാക്കി കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ്. നിയമലംഘനങ്ങൾ തകൃതിയായി നടക്കുന്നു. കർശന നടപടി എന്നത് പേപ്പറിൽ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായ റിട്ടേൺ സമർപ്പിക്കാത്ത 328 ബാറുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്.
എന്നാൽ ഈ ബാറുകൾക്ക് ഇപ്പോഴും യഥേഷ്ടം മദ്യം ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷന്, കൺസ്യൂമർ ഫെഡിനുമൊക്കെ അവധി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചതൊക്കെ നല്ലത് തന്നെയാണ്. ആ സാഹചര്യത്തിൽ മറുഭാഗത്ത് ബാറുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നേരെ ബാറുകളിലേക്ക് പോവുകയും ബാറിലെ മദ്യവിൽപ്പന വർദ്ധിക്കുകയും ചെയ്യും. അമിത വില നൽകി ജനങ്ങൾ മദ്യം വാങ്ങുകയും ചെയ്യും. അതിലൂടെ ഉണ്ടാകുന്ന കൊള്ള ലാഭം അതുതന്നെയാണ് ബാർ ഉടമകളുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. ബാറുകൾ അടക്കം നേരത്തെ അടച്ചിട്ടിരുന്ന സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോൾ അങ്ങനെ ഒരു മാറ്റം സൃഷ്ടിച്ചത്. ബിവറേജസ് ഔട്ട്ലെറ്റിന് മാത്രം അവധിയാക്കി കൊടുത്ത് ബാറുകൾക്ക് തുറക്കാനുള്ള വലിയൊരു അവസരമാണ് അവർ നൽകുന്നത്. അതേസമയം ഈ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് UDFും രംഗത്ത് വന്നിരിക്കുന്നത്. ബാർ കോഴയിൽ 2 മന്ത്രിമാർക്ക് പങ്കുണ്ടെന്നാണ് UDF ആരോപിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടു. എക്സൈസ് മന്ത്രി MP രാജേഷിനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ബാർ കോഴയിൽ പങ്കുണ്ടെന്നാണ് ഹസൻ പറയുന്നത്. 2 പേരും രാജിവെക്കണമെന്ന ആവശ്യമാണ് ഹസൻ മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാർ അസോസിയേഷൻ പിരിവ് നടത്തില്ല എന്നാണ് കൺവീനറുടെ അഭിപ്രായം. ബാർ കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എക്സൈസ് മന്ത്രി MP രാജേഷ് നേരിട്ട് പരാതി നൽകിയത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ സഹായിക്കാനാണ്. കുറഞ്ഞപക്ഷം ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും സർക്കാർ പ്രഖ്യാപിക്കണം. ബാർ കോഴയിൽ പങ്കുള്ള എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടാനുള്ള ധൈര്യം കാട്ടണമെന്നും ഹസൻ പറയുകയുണ്ടായി. ബാർ കോഴ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. SP മധുസൂദനാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല നൽകിയത്. ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. പണപ്പിരിവ് ആവശ്യപ്പെട്ടുള്ള ബാറുടമ പ്രതിനിധിയുടെ ഓഡിയോ പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. ശബ്ദ സന്ദേശമിട്ട അനിമോനെ സസ്പെൻഡ് ചെയ്ത ബാറുടമകളുടെ സംഘടനയും ഗൂഢാലോചനയെ ആരോപിച്ചിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.